പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ ഒരു കുളിർമയുണ്ട്, അവിടെ ഒരു തണുപ്പുണ്ട്, അവിടെ ഒരു സന്തോഷമുണ്ട്, അവിടെ ഒരു വാത്സല്യമുണ്ട്, അവിടെ ഒരു സ്നേഹമുണ്ട്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടത് പ്രിയൻ. ശരിയല്ലേ ഭഗവാൻ പറയുന്നത്? ഇതിലൊക്കെ അപ്പുറം എന്ത് സയൻസാണുള്ളത് നോക്കൂ നിങ്ങൾ. ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരിക്കുകയാണെങ്കിലോ കോടിക്കണക്കിന് പ്രണാമം കൊടുത്താലും മതിയാവില്ല. കാരണം എത്രയോ ലോകത്തിൽ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത ജീവിതത്തിന്റെ പ്രായോഗികതയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്ന മഹാഗുരുവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അത്ര ഗംഭീരമാണ്. നിങ്ങൾ ഇത്തിരി സയൻസും കൂടി പഠിച്ചു കഴിഞ്ഞാലല്ലോ ഈ മോഡേൺ സയൻസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഗീത നോക്കുമ്പോൾ അബ്സല്യൂട്ട്ലി ഇറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് സയൻസ്. ഇതിലൊക്കെ എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും നമുക്ക്? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ്. അനുവർത്തയതി, തെറ്റായ ജീവിതം അനുവർത്തിക്കരുത്. കാരണം ഇതൊരു ചക്രമാണ്. ഈ ചക്രം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഈ ചക്രത്തിന്റെ പ്രത്യേകത ഒന്നൊന്നിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതിനെയൊക്കെ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് വായു വരുന്നു, പോകുന്നു, ഇല്ലേ, ഭക്ഷണം കഴിക്കുന്നു, ശരീരം വളരുന്നു. അത് ബാല്യം, കൗമാരം, യൗവനം. ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരത്തത്ര ന മുഹ്യതി. എന്തിന് നമ്മളിരുന്ന് ദുഃഖിച്ച് സമയം കളയണം? ഇത് പ്രകൃതിയുടെ ചക്രമാണ്. എത്ര മനോഹരമാണ് ഇതൊക്കെ. ഈ ശരീരമാണെങ്കിലോ ജായതേ മ്രിയതേ കദാചിൽ. ഇത് ജനിക്കണം, മരിക്കണം. എന്നാൽ ജനിക്കാത്ത മരിക്കാത്തൊരു സത്യം നമ്മുടെ കൂടെ ഇല്ലേ? ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാൽ അപരിഹാര്യത്തെ നത്വം ശോചിതുമർഹസി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടു നടന്ന് വേസ്റ്റ് ആക്കരുത്. അതുകൊണ്ട് ഏവം പ്രവൃത്തിതം ചക്രം, ഈ ചക്രത്തെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചക്രം. എന്താ ഈ ചക്രത്തിന്റെ പ്രത്യേകത? ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഉറപ്പിക്കണേ. എന്താ ഈ ചക്രത്തിന്റെ പ്രത്യേകത? ഓരോന്നും മറ്റൊന്നിനോട് അസോസിയേറ്റ് ചെയ്യുന്നു. ഒന്നും ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ല. അവരവരുടെ റോള് ചെയ്യുന്നു. രണ്ട് ശക്തികൾ കൂടിച്ചേരുമ്പോൾ മറ്റൊന്നുണ്ടാവുന്നു. അവിടെ ഒരു കുളിർമയുണ്ടാവുന്നു, അവിടെ ഒരു സന്തോഷമുണ്ടാവുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നിനോടും അസോസിയേറ്റ് ചെയ്ത് ഒരു സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നമ്മളിൽ നിന്ന് പ്രകടിപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ശാന്തി, സമാധാനം ഉണ്ടാവൂല്ലയോ? അതല്ലേ ജീവിതത്തിന്റെ രഹസ്യം. അങ്ങനെ ആര് ജീവിക്കുന്നില്ലയോ അഖായു. അഖം എന്ന് പറഞ്ഞാൽ പാപം. അവന്റെ ആയുസ്